കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെ ബാംഗ്ലൂർ സെൻട്രലിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതായിട്ടുള്ള വോട്ട് തിരിമറികളെക്കുറിച്ച് പറയുകയുണ്ടായി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ വളരെയധികം ഗൗരവമുള്ളതാണ്. അദ്ദേഹം ബാംഗ്ലൂർ സെൻട്രൽ എന്ന ഒരൊറ്റൊരു ലോക്സഭാ നിയോജകമണ്ഡലത്തെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമായ കുറേയധികം കണക്കുകൾ കാണിക്കുകയുണ്ടായി. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. നാളിതുവരെയായിട്ട് ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മൾ ശ്രീ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ ഭരണകക്ഷി വലിയൊരു വോട്ട് കൊള്ള നടത്തിയിട്ടുണ്ട് എന്നാണ്. ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര എന്ന ഒരൊറ്റയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന്, അതായത് 8 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾ ചേർന്നതാണ് ബാംഗ്ലൂർ സെൻട്രൽ എന്ന നിയോജകമണ്ഡലം. അതിൽ ഈ മഹാദേവപുര എന്ന് പറയുന്ന ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 1,25,000 വോട്ടുകൾ ഈ രീതിയിൽ കൃത്യമായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് കണക്കുകൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെ വിവരിച്ചത് ഇപ്രകാരമാണ്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965, അതായത് ഇരട്ട വോട്ടുകളുള്ള ആളുകൾ. അതുപോലെ തന്നെ വ്യാജ അസാധുവായ മേൽവിലാസങ്ങളുള്ള വോട്ടർമാർ, അത് 40,009. ഒരു മേൽവിലാസത്തിൽ ബൾക്ക് വോട്ടുകൾ, അത് 10,425. ഫോട്ടോകൾ വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ ഫോട്ടോകൾ ഇല്ലാത്ത വോട്ടർമാർ, അത് 4,132. ആദ്യ വോട്ടർമാർ, അതായത് ഫോം സി അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകൾ, അത് 33,692. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വ്യത്യസ്തമായ രേഖകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, വ്യത്യസ്ത ബൂത്തുകളിലായിട്ട് ആളുകൾ ഒന്നിലധികം തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും മേൽവിലാസങ്ങളിൽ 0 സ്ട്രീറ്റ് 00 ഹൗസ് നമ്പർ എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പലരുടെയും മാതാപിതാക്കളുടെ വിവരങ്ങൾ ABCD XYZ എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തതയില്ലാത്ത ഏകദേശം ഈ പറയുന്ന 1,25,000 വോട്ടുകളാണ് അദ്ദേഹം ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇതിന് BJPക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആരോപണം. അപ്പോൾ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. കൃത്യമായിട്ട് ഈ ആരോപണങ്ങൾ പരിശോധിക്കപ്പെടണം. അദ്ദേഹം നൽകിയിരിക്കുന്ന രേഖകൾ ഈ ബൂത്തിൽ നമ്മൾ ബൂത്ത് ലെവലിലുള്ള ഏജൻറ്റുമാർക്ക് നൽകിയിരിക്കുന്ന പട്ടികയുടെ വോട്ടർ പട്ടികയുടെ കോപ്പികളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടപ്പോൾ ഡിജിറ്റലായിട്ട് വോട്ടർ പട്ടിക നൽകാമെന്നിരിക്കെ അത് നൽകാതെ വലിയ ബണ്ടിലുകളായിട്ട്
ഈ വോട്ടർ പട്ടിക ആണ് നൽകിയിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള വോട്ടർ പട്ടികയാണ് നൽകിയത്. അതിൽ നിന്ന് ഏകദേശം 6 മാസത്തോളം അധ്വാനിച്ചിട്ടാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ജനമധ്യത്തിൽ അതിന് ഒരു വിശദീകരണം നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥമാണ്. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ച് നൽകിയിട്ടുള്ള രേഖകൾ അത് ശരിയാണോ അല്ലയോ എന്ന് പറയേണ്ടതും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉള്ള ഒരു വിശദീകരണം നൽകേണ്ടതും ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ്. പക്ഷേ ആ ചുമതല നിറവേറ്റുവാനായിട്ട് ഇതുവരെയായിട്ട് കമ്മീഷൻ മുന്നോട്ട് വന്നിട്ടില്ല. പകരം പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഒരു സത്യവാങ്മൂലത്തോടൊപ്പം ഈ വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കാമെന്നാണ് കമ്മീഷൻ പറയുന്നത്. അപ്പോൾ അതേസമയം കോൺഗ്രസ് പറയുന്നത് ഈ കാലത്ത് തന്നെ ഈ നേരത്തെ തന്നെ ഈ പരാതികൾ നൽകിയിട്ടുണ്ട്, അതിന് മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് സമാനമായിട്ട് കേരളത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിലും ഇതേ ആരോപണങ്ങൾ അന്ന് തികച്ചും വിജയസാധ്യത ഉണ്ടായിരുന്ന CPIയുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ശ്രീ VS സുനിൽകുമാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാർ, അത് പാർട്ടി എല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ 6ഓളം പരാതികൾ എഴുതി നൽകിയിരുന്നു. ഇപ്പോൾ പറയുന്നത് ആ പരാതികളൊന്നും അവിടെ ലഭിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത്. അപ്പോൾ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ ആരോപണങ്ങൾ നമ്മുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനാർത്ഥിക്കോ മറ്റുള്ളവർക്കോ എഴുതി നൽകുകയാണെങ്കിൽ അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മിക്കവാറും ഈ വോട്ടുകൾ നടന്നിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഈ 5 മണിക്ക് ശേഷം ഉള്ള സമയത്താണ് ഇത് കാണിച്ചിരിക്കുന്നത്, ഈ വോട്ടുകൾ നടന്നതായിട്ട്. പക്ഷേ അതേസമയം ഈ പറയുന്ന ബൂത്തുകളിലൊന്നും തന്നെ 5 മണിക്ക് ശേഷം അത്രയും വലിയ തിരക്കുണ്ടായിട്ടില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം, ഇതിൻ്റെ CCTV ഫുട്ടേജുകൾ മുഴുവനായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈവശമില്ല, അവയെല്ലാം നശിപ്പിക്കപ്പെട്ടു, അതെല്ലാം സൂക്ഷിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത്. അതേസമയം ഇതിൽ ഇപ്പോൾ വ്യാജ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ ഫൂട്ടേജുകൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട്, ആ ഫൂട്ടേജുകൾ നിയമഭേദഗതി ഉയർത്തി നേരത്തെ തന്നെ നശിപ്പിക്കാനുള്ള ഉത്തരവ് നൽകുകയും അത് നേരത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും അധികം ഏകദേശം 7 അടിയോളം ഉയരത്തിൽ വലിയ കെട്ടുകളായിട്ട് ഈ പേപ്പർ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് നൽകുന്നതിന് പകരം അതിൻ്റെ ഡിജിറ്റൽ കോപ്പി നൽകുകയായിരുന്നെങ്കിൽ ഈ കാര്യം പരിശോധിക്കുവാനും വളരെ എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും വളരെയധികം എളുപ്പമായിരുന്നു. പക്ഷേ ഇത് 6 മാസത്തോളം പരിശോധിച്ചതിന് ശേഷം ഈ കടലാസ് രേഖകൾ പൂർണ്ണമായും പരിശോധിച്ചിട്ടാണ് ഇത്രയും വലിയൊരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ രേഖകൾ ലഭ്യമായിരിക്കെ ആ രേഖകൾ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചത്? ഇതേ ആരോപണങ്ങൾ മഹാരാഷ്ട്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഉയർന്നു കഴിഞ്ഞു. തേജസ്വി യാദവ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ വളരെ ധൃതി പിടിച്ചിട്ട് ഒരു മാസം എടുത്തുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിശോധന നടത്തുന്ന ഒരു കാര്യം നമ്മൾ ബീഹാറിൽ കണ്ടു. അതിൽ 65 ലക്ഷത്തോളം ആളുകൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 20 ലക്ഷത്തോളം മരിച്ചുപോയ ആളുകൾ, സ്ഥലം മാറിപ്പോയ ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുറത്തായ ആളുകൾ ആരാണ് എന്ന് പ്രസിദ്ധീകരിക്കുവാൻ
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. അപ്പോൾ നമുക്ക് പുറത്തായ ആളുകൾ ആരാണെന്ന് പേര് വിവരം, മരിച്ചുപോയ ആളുകൾ 20 ലക്ഷം പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മരിച്ചുപോയ ആളുകൾ ആരാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ മരിച്ചുപോയവരാണോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 20 ലക്ഷം പേർ മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കണ്ടെത്താനാവില്ല. നേരെ മറിച്ച് ഈ 20 ലക്ഷം പേർ ഇന്ന ആളുകൾ ഈ ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന ബൂത്തുകൾ വോട്ട് ചെയ്യാനുള്ള ഇത്രയധികം വോട്ടർമാർ അവർ മരിച്ചുപോയി, ഇതൊക്കെയാണ് അവരുടെ പേര് വിവരം എന്ന് സുതാര്യമായി നൽകി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കോ അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അന്വേഷിക്കാൻ സാധിക്കുന്നതും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ തേജസ്വി യാദവ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതുപോലെ ബാംഗ്ലൂരിൽ ഈ മഹാദേവപുരയിലെ ഈ 80ഓളം ആളുകൾ താമസിച്ചു എന്ന് പറയുന്ന ഒരു വീട്ടു നമ്പർ മാധ്യമങ്ങളും അതുപോലെ മറ്റ് സംഘടനകളും എല്ലാം ചെന്ന് പരിശോധിക്കേണ്ടായി. അത് ഒരൊറ്റ വീട് മുറിയാണ്. അവിടെയാണ് 80 പേർ താമസിച്ചിരുന്നതെന്ന് പറയുന്നത്. ഇന്നവിടെ താമസിക്കുന്നത് ഒരു ചെറിയ കുടുംബമാണ്. അവർ വോട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ധാരാളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദങ്ങളിൽ ധാരാളം പാളിച്ചകളുണ്ടെന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ഈ കാര്യങ്ങളിൽ സുതാര്യത വ്യക്തമാക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷത ഉറപ്പുവരുത്തേണ്ടതും ഒരു ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നിലവിൽ വ്യക്തമായ ഒരു ഉത്തരവും കമ്മീഷൻ നൽകിയിട്ടില്ല. പകരം കമ്മീഷൻ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ നിങ്ങൾ 2 സ്ഥലത്ത് വോട്ട് ചെയ്തു, ഒരു ബൂത്തിൽ 2 വോട്ട് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു വൃദ്ധയായ സ്ത്രീയെ ഞങ്ങൾ കണ്ടിരുന്നു. അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ വളരെ ദുർബലമായ ഒരു മറുപടിയും അതിൻ്റെ മുകളിലൊരു നോട്ടീസുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവിന് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രേഖകളെല്ലാം കൈവശമുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിലാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ, അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണത്തിന് മേൽ അത് നിസ്സാരവൽക്കരിക്കാതെ അതിന് നേരിട്ട് മറുപടി നൽകുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. ഈ രേഖകളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈവശമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രേഖകളെല്ലാം, വോട്ടർ പട്ടികയും അതുപോലെ ഈ നിലവിലുള്ള രേഖകളെല്ലാം, കമ്മീഷൻ്റെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ, അതിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് പൊതുജന മധ്യത്തിലേക്ക് റിലീസ് ചെയ്യാം. ഇതാണ് വോട്ടർ പട്ടിക, ഇതാണ് തൃശ്ശൂരിലെ വോട്ടർ പട്ടിക, നിങ്ങൾ പരിശോധിക്കൂ ഇതിൽ വല്ല അപാകതയുണ്ടോ എന്ന്. ഇതാണ് ബാംഗ്ലൂർ സെൻട്രലിലെ വോട്ടർ പട്ടിക, ഇതാണ് ബീഹാറിലെ വോട്ടർ പട്ടിക. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ സാധിക്കണം. അത് സാധിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിച്ചിരുന്ന ശ്രീ VS എന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വോട്ടർ പട്ടികയെ സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നതെന്നാണ്. തൃശ്ശൂരെ വോട്ടർ പട്ടിക കിട്ടാനില്ല, അത് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്നും ഇപ്പോൾ വോട്ടർ പട്ടിക സൈറ്റിലില്ല. അത് എന്തിനു വേണ്ടിയാണ് ഈ 2 ദിവസം മുമ്പ് സ്ഥിതി പിടിച്ചത് മാറ്റിവെച്ചത്? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള CCTV ഫുട്ടേജുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സ്ഥിതി പിടിച്ച് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് സംശയം ഉന്നയിച്ചിരിക്കുന്നത്. ആ സംശയങ്ങൾക്ക് മറുപടി ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയ്ക്ക് അത്യാവശ്യമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം ചോദ്യങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തമായി മനസ്സിലാവുന്ന രീതിയിൽ സുതാര്യമായ മറുപടി നൽകാനുള്ള ബാധ്യതയുണ്ട്. ഈ ബാധ്യതയിൽ നിന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല.